പ്രൈസ് ലോർഡ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടിരിക്കുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ ജനിക്കുന്നത്. മനുഷ്യന് ഈ ലോകത്തിൽ എല്ലാം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് സ്വന്തം മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നത് അത് ദൈവം മാത്രമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അനേകം വ്യക്തികളിൽ 2 പേരെ നമ്മുടെ മാതാപിതാക്കളായി ദൈവം തന്നെയാണ് നമുക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. സോ വി ആർ നോട്ട് ആൻ ആക്സിഡൻറ്റ്. ദൈവം മുൻകൂട്ടി കൽപ്പിച്ച് തീരുമാനിച്ച വ്യക്തിത്വങ്ങളാണ് നാം ഓരോരുത്തരും. ഇന്ന് ഞാൻ ആ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് ഞാൻ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒത്തിരി നന്ദി പറയാൻ, ദൈവത്തിന് നന്ദി പറയാൻ എനിക്ക് സാധിക്കും. ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതിനാൽ തന്നെ ഞാൻ അവരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് ഞാൻ ഈ പിറന്നാൾ ആഘോഷിക്കുന്നു എങ്കിൽ എൻ്റെ ഈ സന്തോഷത്തിന് കാരണം എൻ്റെ മാതാപിതാക്കളുടെ സഹനങ്ങളാണ്. എൻ്റെ ജനനത്തിലൂടെ അവരനുഭവിച്ച സഹനങ്ങൾ, വേദനകളുടെ ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്. അതിനാൽ ഓരോ പിറന്നാൾ ആഘോഷത്തിലും ദൈവത്തിനും മാതാപിതാക്കൾക്കും അർഹിക്കുന്ന സ്ഥാനം നൽകാൻ നാം മറക്കരുത്. മാതാപിതാക്കളുടെ അനുഗ്രഹം എപ്പോഴും മക്കൾക്ക് ഉപരി നന്മ വരുത്തുന്നതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം, പിന്തുണ, ജീവിച്ചിരുന്നാലും അവർ മരിച്ചു പോയാലും മക്കൾക്ക് എപ്പോഴും അതൊരു ശക്തി പകരുന്നതാണ്. നമ്മുടെ ആവശ്യ നേരത്ത് ഒരു ശക്തിയായി, ധൈര്യമായി, താങ്ങായി, തണലായി മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ടാകും. അതിനാൽ ഓരോ പിറന്നാൾ ആഘോഷത്തിലും നമ്മുടെ മാതാപിതാക്കളെ നന്ദിയോടെ സ്മരിക്കാം. നന്ദിയോടെ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തി അവരുടെ സന്തോഷത്തിന് നാം കാരണമാകണം. ഇത് എൻ്റെ 25-ാമത്തെ ശുശ്രൂഷ ജീവിതമാണ്. ഈ കഴിഞ്ഞ 25 വർഷം മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ശുശ്രൂഷയുടെ ഭാഗമായി എനിക്ക് ആയിരിക്കാൻ അവസരം നൽകിയ ദൈവത്തിന് ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുകയാണ്. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി എന്നത് ഇന്നെന്നെ ഓർമ്മിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒത്തിരിയുണ്ട്. അത് ഞാൻ മറ്റ് വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ തീർച്ചയായും നിങ്ങളോട് അതിൻ്റെ സമയത്ത് പറഞ്ഞുകൊള്ളാം. ഇന്ന് അദ്ദേഹം ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു എന്നത് എന്നെ ഓർമ്മിപ്പിച്ചത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോഴാണ്. അത് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. ഈ കുറച്ച് നാളായി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ ഡിവൈനിലായിരുന്നപ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ ഹീലിംഗ് പ്രേയേഴ്സ് 1, ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന മലയാളം യൂട്യൂബ് ചാനൽ, പ്രേയർ ചാനൽ തുടങ്ങിയതും ഇംഗ്ലീഷ് ചാനൽ മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് എന്ന ഇംഗ്ലീഷ് ചാനൽ തുടങ്ങിയതും ഡിവൈനിലായിരുന്നപ്പോഴാണ്.
ഈ കുറച്ച് നാളായി എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ധാരാളം സഹനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും നിങ്ങളെ ഏവരെയും പോലെ ഉണ്ടായിട്ടുണ്ട്. വചനം പറയുന്നു, 1 കൊരിന്ത്യോസ് 10:13 പറയുന്നു, നമ്മുടെ ശക്തിക്ക് അതീതമായി ദൈവം നമുക്ക് സഹനങ്ങളോ പ്രലോഭനങ്ങളോ വെല്ലുവിളികളോ ഒന്നും തന്നെ അനുവദിക്കുകയില്ല. ദൈവത്തിന് ഞാൻ ഒത്തിരി ശക്തിമതിയാണ് എന്ന് തോന്നിയതുകൊണ്ടാകാം എനിക്ക് ഈ സഹനങ്ങളിൽ വ്യത്യസ്തമായ സഹനങ്ങൾ നൽകിയതും അതിനെ അതിജീവിക്കാനുള്ള കൃപയും കർത്താവ് നൽകിയത്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന ആ തിരുവചനം 1 തെസ്സലോനിക്കർക്കാരുടെ 5:24 പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിച്ച് അവിടുത്തെ കൃപ സ്വീകരിച്ച് നാം മുന്നോട്ട് പോയാൽ നമുക്ക് മുന്നിലുള്ള ഏത് ശക്തികളെയും വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും സമാധാനത്തോടെ അതിജീവിക്കാൻ സാധിക്കും. എൻ്റെ ഹസ്ബൻഡ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കുകയാണ്. ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആ പിക്ചർ. ഞാൻ വായിക്കാം. For surely I know the plans I have for you, says the Lord, plans for your welfare and not for harm, to give you a future with hope. Jeremiah 29:11. Today is not merely a day to celebrate a birthday. It is a day to pause, look back with gratitude, and recognize the beautiful purposes of God revealed through a life surrendered to Him. For 25 years, you, dear Teresa, have remained faithfully engaged in the ministry of preaching, teaching, writing, counseling, and praying for the millions of people whom God had brought into your care from different places, backgrounds, situations, circumstances, states, and nations. Week after week and day after day, I have had the privilege of seeing and experiencing the miraculous transformation of people whose lives were touched by God through your ministry. I have seen broken hearts receive hope, confused minds find direction, wounded lives find healing, discouraged people regain courage, and those who had almost given up once again discover the beauty of faith, prayer, and the gospel. These are not merely achievements to be counted, they are lives changed, kids and youth delivered and restored back to the right track, families touched, destinies redirected, and souls brought closer to God. I also count myself among the beneficiaries of this ministry, for it is through you I learned more deeply what it means to seek the will of God, to recognize its value, and most importantly, to find the courage to pursue it even when the path was not easy. For that, I will always remain grateful to God and to you. Your life has reminded me that ministry is not simply about speaking to people intelligently. It is about allowing God to speak through a life that is continually surrendered to Him and to His blessed will. On this special day, I pray that may the Lord bless you abundantly, preserve you in His grace,
strengthen you for every season ahead, and continue to make your life a channel through which countless people encounter the love, mercy, truth, and beauty of the gospel. May your parents and ancestors also be blessed and remembered with gratitude on this special day, for every life carries a story of people and providence that God alone fully knows and reveals as we grow in knowing Him. May God forever be glorified in you and through you. May many more people read, understand, and experience the beauty of the gospel through your life, your words, your prayers, and your example. May the years ahead bring deeper joy, greater fruitfulness, renewed strength, and an even wider harvest for the kingdom of God. Happy birthday, Teresa. May the Lord bless you always, abundantly and beyond measure. May your life continue to be a beautiful testimony that when a person chooses to seek and do the will of God, one surrendered life can become a blessing to millions. Once again, wishing you a very happy birthday, and may God be glorified through you forever. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് സ്പെഷ്യൽ താങ്ക്സ് ഈ പോസ്റ്റിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. കാര്യം അദ്ദേഹമാണ് ഇപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചു തന്നത്. ഇപ്പോൾ ഞാൻ ഡിവൈനിൽ നിന്ന് മാറി നിന്നിട്ട് കഴിഞ്ഞ 2 വർഷമാകുന്നു. അത് കഴിഞ്ഞുള്ള എൻ്റെ ജേണിയെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ. ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് എങ്കിലും ഈ ചാനൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേകരുടെ ജീവിതത്തിൽ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വിളക്കായി ഈ ചാനൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ചില തടസ്സങ്ങൾ വന്നാലും ചില സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. ഈ ചാനൽ കാണുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഇത്രയും വർഷങ്ങളായി സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. ദൈവം പിറന്നാൾ ആഘോഷിക്കുന്ന ഇന്ന് ഏതെങ്കിലുമൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ കാണുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം അനുകൂലമായി, നിങ്ങൾക്ക് അനുകൂലമായി വരുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.